ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനൊരു കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മൈജിയാണ്. മൈജിയുടെ കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ആദ്യമേ തന്നെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. മൈജിയുടെ എടപ്പള്ളിയിലുള്ള ശാഖയിൽ വന്നിട്ടാണ് ഞാൻ കോമണർ ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ കിട്ടില്ലേ തുടങ്ങിയ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മൈജിയിൽ കാല് കുത്തുന്ന ആ ഒരു സമയത്ത് തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നിൽ നിറയുകയും അങ്ങനെ തന്നെ എനിക്ക് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ പാസ്സായിട്ട് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ കടന്നുകൊണ്ട് എനിക്ക് ഈ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് മൈജിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മൈജിയുടെ പ്രൊഡക്റ്റ് ആണ് ഞാൻ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാതെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈജി എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ ഗ്രഹോപകരണങ്ങളും സ്പോൺസർ ചെയ്യുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ മൈജിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത കൊല്ലം ഒരു കോമണർ കണ്ടസ്റ്റന്റ് മൈജിയിലൂടെ തന്നെ വരട്ടെ. തീർച്ചയായിട്ടും മൈജി കോമണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈജിയിലൂടെ അടുത്ത കൊല്ലവും ഇതേ ഒരു രീതിയിൽ കോമണർ കണ്ടസ്റ്റൻസ് വന്ന് ബിഗ് ബോസിൽ അടിച്ച് പൊളിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ പറയുന്നു, താങ്ക് യു മൈജി. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ മൈജിയുടെ പ്രിയപ്പെട്ട ഷാജിക്കയോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുക. പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന കോമൺ മാൻ ബിഗ് ബോസ് റണ്ണറപ്പ് ആകുമ്പോൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് തുറക്കപ്പെടുന്നത്. കോമണർ പവർ ഉപയോഗിച്ച് ഫെയർ ഗെയിം കളിച്ച് കണ്ടന്റുകൾ നൽകി നേടിയ ഒരു വിജയമാണ് അനീഷ് ടിയെ എന്ന കോടന്നൂരുകാരന്റേത്. സാധാരണ ജനങ്ങളിൽ നിന്ന് പ്രത്യേക മത്സരം നടത്തിയാണ് ഈ ഒരു കോമണേഴ്സിനെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കുക. ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യത്തെ കോമണർ 5ാം സീസണിലെ ഗോപികയായിരുന്നു. ഷോയിലെ നിർണായക സാന്നിധ്യമാകാൻ ഗോപികയ്ക്ക് കഴിയുകയും ചെയ്തു. 6ാം സീസണിലെ റസ്മിനും അതുപോലെ നിഷാനയും കോമണേഴ്സ് ആയിട്ട് എത്തി. ഇവരിൽ റസ്മിൻ ഏതാണ്ട് അവസാന ഘട്ടം വരെ ബിബി വീട്ടിൽ നിന്നു. ഫ്രം ഡേ 1 മുതൽ കോമണർ പവർ ഉപയോഗിക്കുന്നതായിരുന്നു അനീഷിന്റെ രീതി. ആദ്യം ബിബി വീട്ടിലേക്ക് കയറിയ അനീഷ് തൊട്ടടുത്ത നിമിഷം മുതൽ ആറ്റിറ്റ്യൂഡ് പിടിച്ചു തുടങ്ങി. താൻ ഒരു സാധാരണക്കാരനാണെന്നും താൻ എന്നും ഒറ്റയ്ക്കാണ് എന്ന് ആവർത്തിക്കുന്നതായിരുന്നു അനീഷിന്റെ ഗെയിം. ബിബി വീട്ടിലെത്തിയവർ ഓരോരുത്തരായിട്ട് പരസ്പരം പരിചയപ്പെടുകയും പരിചയം പുതുക്കുകയൊക്കെ ചെയ്തപ്പോൾ ആരാ മനസ്സിലായില്ലോ എന്നതായിരുന്നു അനീഷിന്റെ ഒരു ലൈൻ. പുറത്ത് നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ അതൊന്നും വില പോവില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു അയാള്. താനൊരു സാധാരണക്കാരനാണെന്ന് ആവർത്തിക്കുമ്പോഴും ബിബി വീട്ടിലെ മറ്റ് കണ്ടസ്റ്റന്റുകൾക്കിടയിൽ ഒരു ഡോമിനൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ് അയാൾ കളി തുടങ്ങിയത്. നിർബന്ധ ബുദ്ധിയോടെ പെരുമാറിയിരുന്ന അനീഷിനെ ആർക്കും ഇഷ്ടമില്ലാതെ പോവുക സ്വാഭാവികമാണ്. ഒരാളോടും അമ്പിനും വില്ലിനും അടുക്കാതെ ഇതേ ആറ്റിറ്റ്യൂഡ് പിടിച്ച ആ വീട്ടിൽ മുഴുവനും അയാൾ ഉലാത്തിക്കൊണ്ടിരുന്നു. അനീഷിന്റെ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി തുടക്കത്തിൽ നന്നായി ഏറ്റു. മത്സരാർത്ഥികൾ പലരും പ്രൊവോക്ഡായി. അനീഷിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. സെലിബ്രിറ്റികളും പരിചിത മുഖങ്ങളുമുള്ള ബിബി വീട്ടിലും പുറത്തും അനീഷ് ചർച്ചാ വിഷയമായിട്ട് മാറി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പൊതുശല്യമായി മാറിയ അനീഷിനെ പുറത്താക്കാൻ തന്നെയായിരുന്നു മറ്റ് മത്സരാർത്ഥികളുടെ പദ്ധതിയെങ്കിലും ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഗെയിം ട്രാക്കിലാക്കാൻ പറ്റിയ 7ന്റെ പണിയായി. കോമണർ കാർഡ് മുൻ സീസണിൽ കണ്ടിട്ടില്ലാത്ത ഒരു വിധമായിരുന്നു അനീഷ് ഗെയിമിൽ പ്ലേസ് ചെയ്തത്. അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരു പ്രകൃതമാണ് തുടക്കത്തിൽ തന്നെ വീട്ടിൽ അനീഷ് പ്രദർശിപ്പിച്ചത്. ഇയാൾ ഇതെന്ത് വെറുപ്പിക്കലാണ് എന്ന് തോന്നിപ്പിക്കുന്നിടത്ത് നിന്നാണ് ബിബി വീട്ടിൽ തനിക്ക് ചുറ്റും വട്ടം കറക്കാൻ അനീഷിനായത്. കോമണർ പവർ ഉപയോഗിച്ച് അയാൾ നൽകിയതാണ് പിന്നീടുള്ള ദിവസങ്ങളിലെ കണ്ടന്റുകളെല്ലാം. ഉപ്പൂറ്റി തറയിൽ കുത്തി നേരെ മുന്നിലേക്ക് മാത്രം നോക്കി അനീഷിന്റെ സിഗ്നേച്ചർ വാക്ക്. ഒരേ കാര്യം പലവട്ടം പറഞ്ഞ് വെറുപ്പിക്കും. അതായത് ഉറച്ച ശബ്ദത്തിൽ തന്നെ താൻ പറയുന്നത് ശരിയാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ. കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു, കഴുകട തുടങ്ങിയ അനീഷിന്റെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു ഓളം തന്നെയായിരുന്നു. ആ ഓളം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മാനിപ്പുലേഷൻ അനീഷിനടുത്ത് വർക്കാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരാളെയും വിശ്വാസവുമില്ല. ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ബിഗ് ബോസ് പഠിച്ചു വന്നു എന്ന് പറയുമ്പോഴും ആ ഒരു സാഹചര്യത്തിനൊത്ത് സ്ട്രാറ്റജികൾ ഇറക്കുന്ന ആളൊന്നും ആയിരുന്നില്ല അനീഷ്. ചുരുക്കം 1-2 നമ്പറുകൾ മാത്രമേ അയാളുടെ അടുത്തുള്ളൂ. അത് തന്നെ തുടർച്ചയായിട്ട് പയറ്റിയതുകൊണ്ട് ഒരേ ഗ്രാഫിൽ തന്നെ അനീഷ് പോയത് ബിഗ് ബോസിലെ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്.
ഒരാളെയും ഒറ്റപ്പെടാൻ വിടാത്തത് അനീഷിന്റെ ഗെയിമാണോ എന്ന് വ്യക്തമല്ലെങ്കിലും സഹായകമായും ആശ്വാസമായും എല്ലാ കണ്ടസ്റ്റിനോടൊപ്പം അനീഷ് ഉണ്ടായിട്ടുണ്ട്. എത്ര പരുക്കനായി പെരുമാറിയാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്യാൻ അനീഷ് ശ്രദ്ധ പുലർത്തിയിരുന്നു. തുടക്കത്തിൽ ഇറക്കി പതിയെ പാളി അനീഷിന്റെ ആ സ്ട്രാറ്റജി മലയാള ഭാഷയോടുള്ള സ്നേഹം മാത്രമാണ്. സ്ത്രീ വിരുദ്ധത ബി വീട്ടിൽ ഒരു പ്രധാന ടൂൾ ആവുക പതിവാണ്. സ്ത്രീ വിരുദ്ധൻ എന്ന ടാഗിലായിരുന്നു അകത്തത്രയും. എന്നാൽ ആ ടാഗിൽ എവിടെയും അനീഷിനെ പ്രേക്ഷകർ കണ്ടിട്ടില്ല. ഗെയിമിലെ അഗ്രസീവായിട്ട് ബിഹേവിയറുകൾ അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരുടെയും വ്യക്തി ജീവിതത്തെ ബാധിക്കുമെന്ന് തോന്നുന്നതൊന്നും അനീഷ് പറഞ്ഞിട്ടുമില്ല. ഒരാളെ കുറിച്ചും തെറ്റായ അലിഗേഷനുകൾ ഉന്നയിച്ച് ബി വീട്ടിൽ പ്രേക്ഷകർ അനീഷിനെ കണ്ടിട്ടുമില്ല. മറ്റുള്ളവർ ചെയ്തതുപോലെ ഒരാളുടെ വീട്ടുകാരെ ആയുധമാക്കി ഉപയോഗിച്ചിട്ടില്ല. സഭ്യമല്ലാത്ത വാക്കുകളുമില്ല, പ്രവർത്തികളുമില്ല. സൗഹൃദങ്ങളുടെയും പ്രണയത്തിന്റെയും ചായ അതൊരിക്കലും തണലാക്കിയുള്ള ഗെയിമുകൾ അനീഷിനും ഉണ്ടായിരുന്നില്ല. ആദ്യം മുതൽ അവസാനം വരെ ഒറ്റയാനാവുക എന്നതായിരുന്നു അനീഷിന്റെ സ്ട്രാറ്റജി. ഒരാളെ മാറ്റി നിർത്തി കുറ്റം പറയുന്ന പരിപാടിയൊന്നുമില്ല. ബാക്ക് സ്റ്റാബുകളുമില്ല. പറയുന്നത് അത്രയും എല്ലാവരും കേൾക്കെ മാത്രമാണ് പറയുന്നത്. അതും തല മൊട്ടയടിക്കാൻ ടാസ്കിലെ അനീഷിന്റെ ബ്രില്യൻസ് ബിഗ് ബോസ് മികച്ച ഗെയിം മൂവുകളിൽ ഒന്നായിരുന്നു. എന്തും ത്യജിക്കാനും സഹിക്കാനും കഴിയുന്ന ധൈര്യശാലികളെ തിരഞ്ഞെടുക്കുന്ന പണിപ്പുര ടാസ്ക് അനീഷ് ബ്രില്യന്റ് ആയിട്ട് കളിച്ചു. ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിം മൂവുകളിൽ ഒന്നായി അത്. ഫാമിലി വീക്കിൽ ടാസ്ക് കളിക്കാനാകാതെ ഒരുപാട് വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന അനീഷിനെ കണ്ടതും പ്രേക്ഷകർക്ക് പുതുമയുള്ള അനുഭവമായിരുന്നു. അനീഷിനോട് സുഹൃത്താകാൻ പറ്റില്ല, എന്തിനെ ഒരു തമാശ പോലും പറയാനാകില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ബി വീട്ടിലെ 100ാം ദിനത്തിൽ എത്തുമ്പോൾ അനീഷ് സ്വീറ്റാണ്. എന്റെ വീട്ടിലേക്കും നാട്ടിലേക്കും ഒരാളും വരണ്ട എന്നും തന്റെ മനസ്സ് കല്ലാണെന്നും പറഞ്ഞിടത്ത് നിന്ന് അനീഷിന്റെ ട്രാൻസ്ഫോർമേഷൻ വലുതാണ്. ഒരു ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഷാനവാസും അനീഷും തമ്മിലുണ്ടായിരുന്നത്. 2 തരത്തിൽ കരുത്തരായ തങ്ങളുടേതായ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത മത്സരാർത്ഥികളുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ. അനീഷുമായി ഷാനവാസ് ഉണ്ടാക്കുന്ന സൗഹൃദം രസത്തിനപ്പുറം ഒരു പോയിന്റിൽ അനീഷിന്റെ ഗെയിം വീക്കാക്കി. ഷാനവാസ് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ആ സമയം വീടിനകത്തും പുറത്തും വിമർശിക്കപ്പെട്ടു. തന്റെ ഗെയിമിനെ സൗഹൃദം ബാധിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത സൗഹൃദത്തിന് കോട്ടമുണ്ടാക്കാതെ സ്വന്തം ഗെയിമിലേക്ക് മടങ്ങാനും അനീഷിനായി. സൗഹൃദത്തിലാണെന്ന് പറയുമ്പോഴും ഗ്രൂപ്പ് ഗെയിം അല്ല അനീഷിന്റേത്. ബിഗ് ബോസ് സീസൺ 7ൽ ഒരു ഗ്രൂപ്പും ഇല്ലാതെ ഗെയിം കളിച്ച ഒരേ ഒരു മത്സരാർത്ഥിയും അനീഷാണ്. അവസാന ആഴ്ചയോട് അടുക്കുമ്പോൾ പറഞ്ഞ പ്രണയം ഗെയിം സ്ട്രാറ്റജി ആണെന്നും അല്ല എന്നും 2 അഭിപ്രായങ്ങൾ ഈ ഒരു പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായി. എന്നാൽ അനുവിനോട് പ്രണയം പറഞ്ഞതിലെയും അനുവിന്റെ മറുപടിയും ബഹുമാനിച്ച് അത് പറഞ്ഞ് അവസാനിപ്പിച്ചതിനും ആ ഒരു മാന്യതയും പ്രേക്ഷകർക്കിടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കി. അനീഷിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതിൽ പ്രധാന പങ്ക് ബി വീടിന്റെ ഗെയിം മാറ്റിയ മത്സരാർത്ഥികളുടെ റീ എൻട്രിക്കുണ്ട്. അനുവിനോട് ഇഷ്ടം പറയുന്നതിന് അവരുടെ പ്രശ്നങ്ങളിൽ ഒപ്പം നിന്നിരുന്നയാള് അതിനുശേഷം കൂടെ നിന്നില്ല എന്നുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഉന്നയിച്ചു. പ്രണയം പറഞ്ഞ മാന്യതയോടെ അത് അവസാനിപ്പിച്ചു അനീഷ്. പക്ഷെ ബി വീട്ടിലേക്ക് മടങ്ങിയെത്തിയവർ ഇതേ വിഷയത്തിൽ അനുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളോട് മുഖം തിരിച്ചു. പ്രപ്പോസൽ വിഷയം തനിക്കെതിരെ മുൻഷി ആയുധമാക്കിയപ്പോൾ കൃത്യമായിട്ട് അതിനെ അനീഷ് തടഞ്ഞു. എന്നാൽ അനുവിന് വേണ്ടിയിട്ട് ഒരു വാക്കും മിണ്ടിയില്ല എന്നതായിരുന്നു വിമർശനങ്ങൾ. ഇതേ കാരണം കൊണ്ട് തന്നെ അനീഷിനെ ബി ക്യാമറകളിൽ പ്രേക്ഷകർ ആ ഒരാഴ്ച കണ്ടിട്ടുമില്ല. ബി കപ്പെടുക്കേണ്ടത് അനീഷ് ആയിരുന്നു എന്നും ഒരാഴ്ച കൊണ്ട് കളി മാറി എന്ന് പറയുന്നവരുടെ വാദം ഇതാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം വീട്ടിനകത്തെ അനീഷേട്ടൻ എന്ന വിളി വെറുതെയല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഏറ്റവും ശ്രദ്ധേയനും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതുമായിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാള്. കോമണറായിട്ട് എത്തി പ്രേക്ഷകരുടെ മനസ്സിൽ വിജയമായിട്ട് മടങ്ങുന്നത് അനീഷ് തന്നെ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടം, സ്നേഹം, കെയറിംഗ് ഒക്കെയുണ്ട്. ബിഗ് ബോസ് സീസണിലെ എക്കാലത്തെയും ഓർത്തിരിക്കുന്ന മത്സരാർത്ഥിയാകും ഇനി അനീഷ്. നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്ക ലിപികൾ കൊണ്ട് തന്നെ എഴുതപ്പെട്ട ഒരു അധ്യായം തന്നെയാണ് അനീഷിന്റെ യാത്ര. ആദ്യമായിട്ട് ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആകുകയും ചെയ്ത കോമണർ എന്നുള്ള റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത്. ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്ന് മടങ്ങുന്നത്. ഷോയുടെ ഫലമനുസരിച്ച് അനുമോൾ വിജയായപ്പോൾ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി. ഷാനവാസ്, നെവിന്, അക്ബർ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങളിലും പങ്കിട്ടു. 100 ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ അനീഷിന് കാത്തിരുന്നതോ ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ടതും ആകർഷകവുമായിട്ടുള്ള നിരവധി സമ്മാനങ്ങൾ കൂടിയാണ്. ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിലെ ഒരാളായിട്ടുള്ള മൈജി
ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു. ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടമാണ്. ഇതിനു പുറമെ സർപ്രൈസ് സമ്മാനമായിട്ട് ഏകദേശം 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് 7 മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു. മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച 100 ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും. ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു പ്രതിഫലം 100 ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിയതിന്റെയും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചതിന്റെയൊക്കെ ഒരു സന്തോഷം അനീഷ് വേദിയിൽ മറച്ചുവെച്ചില്ല. വളരെ വികാരഭരിതനായി തന്നെ നന്ദി അറിയിക്കുകയും ചെയ്തു. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് എത്തി ഷോ പൂർത്തിയാക്കി ഒരു സെലിബ്രിറ്റിയായി തിരിച്ചിറങ്ങുന്ന അനീഷിന്റെ ജീവിതം ഇനിയാണ് 360 ഡിഗ്രിയിൽ മാറാൻ പോകുന്നത്. പ്രശസ്തിയും ജനസമ്മതിയും വഴി പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. സിനിമ, സോഷ്യൽ മീഡിയ, പരസ്യങ്ങൾ, മറ്റു പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിൽ അനീഷിന് സുവർണാവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും സ്നേഹവും നേടിയെടുത്ത ഈ നേട്ടങ്ങൾ അനീഷ് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് അനീഷിന്റെ യഥാർത്ഥ വിജയം കിടക്കുന്നത്. ബിഗ് ബോസിലെ പ്രശസ്തി ഒരു തുടക്കം മാത്രമാണ്. ഈ അവസരങ്ങളെ ഉപയോഗിച്ച് പൊതുരംഗത്ത് കൂടുതൽ തിളങ്ങാൻ അനീഷിനും സാധിക്കട്ടെ.